ഹേ ഗായ്സ്, എവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സാഡായിട്ടിരിക്കുന്നത് കാരണം ഏകദേശം 4 വർഷത്തോളം നമ്മളെ ഒരു കുട്ടീനെ പോലെ സ്നേഹിച്ചിട്ട് നമ്മുടെ വണ്ടി നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. പേഴ്സണലി എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടല്ല ഒരു വണ്ടി പോകുന്നത്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ടു സെൽ മൈ കാർ. കാരണം ഫോർച്ചുനേറ്റ് പറയാൻ കാരണം ഓഫ് കോഴ്സ് നമ്മൾ വെറുതെ ലഭിക്കുന്ന ഒരു പുതിയ വണ്ടി നമ്മൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവും നമ്മൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ കാരണം ഞാൻ ഒരിക്കലും ഒരു 5 വർഷത്തിനുള്ളിൽ എൻ്റെ വണ്ടി വിൽക്കുമെന്ന് വിചാരിച്ച ആളല്ല ഞാൻ. ബേസിക്കലി ഞാൻ എടുത്ത വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാരുതീൻ്റെ ഇഗ്നിസാണ്. അപ്പോൾ ഒരിക്കലും ഇത്രയും നേരത്തെ സെല് ചെയ്യേണ്ട ആവശ്യം ഇതിനില്ല. കാരണം ഈവൺ 5 വർഷം കഴിഞ്ഞാൽ പോലും അത്രയും നല്ല റീസെയിൽ വാല്യൂ തരുന്ന വണ്ടി, ഈവൺ 1,00,000 കിലോമീറ്റർ ഓടിയാൽ പോലും വളരെ നല്ല റീസെയിൽ വാല്യൂ തരുന്ന വണ്ടി തന്നെയാണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ 2019 നവംബറിൽ ഈ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. അന്ന് നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ കാണുന്ന പോലെ തന്നെ നമ്മുടെ മോട്ടോഴ്സ് നെക്സ മലപ്പുറം, അതായത് തുടങ്ങിയിട്ട് അധികം കാലം ആയിട്ടില്ല, ആ ടൈമിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, അങ്ങനെ കുറേ കാലത്തിന് ഏകദേശം 1.5 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം, അഥവാ ആലോചിച്ച് വളരെ ഡിസിഷൻസ് മാറി മറിഞ്ഞുകൊണ്ടേക്ക് ഇരുന്ന് അവസാനം നമ്മൾ വന്നൊരു ഓപ്ഷനായിരുന്നു മാരുതീൻ്റെ ഇഗ്നിസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ആ സമയത്ത് ഇഗ്നിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ കാണാത്ത വണ്ടിയായിരുന്നു. പിന്നെ വളരെയധികം വേറിട്ട് നിൽക്കുന്ന ഒരു വണ്ടി. ഈവൻ സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല മാരുതിയിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് കൊടുത്ത വണ്ടി ഉണ്ട് എന്ന്. കാരണം ആ നാൾ തൊട്ട് ഈ നാൾ വരെ എല്ലാവരും ഒരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബലിനോ ആ ഒരു കോമൺ സ്റ്റൈലിംഗ് നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയ വളരെ കുറച്ച് ആൾക്കാരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പേഴ്സണിൽ നിന്നായിരുന്നു ഞാൻ ആ വണ്ടി എടുത്തത്. പക്ഷേ എന്താ പറയുക, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈവൻ അതൊരു ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് ഡിസൈൻ ആയിരുന്നു. അതിന് പല ഭാഗങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ പേഴ്സണലി ഞാൻ വളരെ യൂസ് ടു ആയി ആ ഡിസൈന്. പക്ഷേ അതിൻ്റെതായ ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു. ഈവൻ നമുക്ക് ഈ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി സ്റ്റെബിലിറ്റി ഒക്കെയാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഈ ഇഗ്നിസ് ആക്ച്വലി നമ്മൾ കമ്പയർ ചെയ്യുന്ന ഫോക്സ്വാഗൺ പോളോ ആയിട്ടാണ്. ഓക്കെ, ഞാനല്ല, നമ്മളെ ഓൺലൈനിൽ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഈവൻ പോളോ ഈസ് ഡിഫറെൻറ്റ് ലീഗ്, അത് വേറൊരു കൈൻഡ് ഓഫ് ഹാച്ച് ബാക്ക് ആണ്. ഇഗ്നിസ് എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്നതാണ്. ഈവൻ തോ ഇഗ്നിസ് ആൻഡ് സ്വിഫ്റ്റ് ബോത്ത് സെയിം എഞ്ചിൻ ആയിരുന്നു. ഇപ്പം അല്ല, ഇപ്പോൾ സെറ്റ് സീരീസ് വന്നു. പക്ഷേ ആ ഒരു ടൈമിലായിരുന്നെങ്കിൽ പോലും കുറച്ചും കൂടെ എയറോഡൈനാമിക്സും അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ പെപ്പിയുള്ള നല്ലോണം ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഇഗ്നിസിൻ്റെ. അതിൻ്റെയൊക്കെ നോട്ട് ആക്ച്വലി കുറച്ചും കൂടെ വോക്കലായിരുന്നു. ഈ ഡൗൺ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഈവൻ AMTയുടെ ലാഗ് നമുക്ക് അധികം അറിയാതെ ഓടിക്കാൻ പറ്റിയിരുന്നു. ഈവൻ കമ്പയറിങ് ടു സ്വിഫ്റ്റ് എനിക്ക് തോന്നുന്നു ഓടിച്ച ഓൾമോസ്റ്റ് 70% ആൾക്കാരും പറഞ്ഞാൽ നമ്മളൊരു CVT അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആയിരുന്നു ഈ ഇഗ്നിസിൻ്റെ AMTയിൽ നമുക്ക് കിട്ടിയിരുന്നത്. ഞാൻ ചൂസ് ചെയ്തത് AMT തന്നെയായിരുന്നു. പക്ഷെ ഞാനായിരുന്നില്ല, എൻ്റെ അമ്മയായിരുന്നു ബേസിക്കലി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കുറച്ചും കൂടെ കംഫർട്ടായിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ നോക്കി വിത്തിൻ ആ ബഡ്ജറ്റ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇഗ്നിസിലേക്ക് എത്തി. 4 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ട് ഇഗ്നിസ് വിറ്റു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വളരെ വലിയൊരു അപകടം നടന്നു. ഈവൻ നമ്മുടെ ചാനൽ രണ്ടാമത് തിരിച്ച് വരുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. നമ്മുടെ വണ്ടി ആക്ച്വലി ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാനായിരുന്നില്ല വണ്ടി ഓടിച്ചിരുന്നത്, എൻ്റെ പാരൻസ് 2 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. വണ്ടി ആക്ച്വലി ഔട്ട് ഓഫ് കൺട്രോൾ പോയി ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ച് കയറി ആൻഡ് മറിഞ്ഞു. ഭാഗ്യവശാൽ എനിക്ക് എൻ്റെ പാരൻസിന് തിരിച്ചു കിട്ടിയെന്ന് പറയാം. കാരണം സേഫ്റ്റി വൈസ് എനിക്കറിയാം, നമ്മൾ വണ്ടി എടുത്തിരുന്ന ടൈമിൽ 3 സ്റ്റാർ ആയിരുന്നു. സേഫ്റ്റി പ്രോട്ടോകോൾസ് വെച്ചിട്ട് നമ്മൾ നോക്കി ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിരുന്നു നമ്മൾ പേഴ്സണലി സെലക്ട് ചെയ്തത്. പക്ഷെ പിന്നെ നമുക്ക് കാര്യങ്ങൾ മറിഞ്ഞ് നമുക്കറിയാം, നമ്മുടെ റോഡ് കണ്ടീഷൻസ് വെച്ചിട്ട് ഏറ്റവും പുതിയ എൻക്യാബിന് ടെസ്റ്റിംഗ് വന്നു. അപ്പോൾ ഇഗ്നിസിന് വീണ്ടും 0 സ്റ്റാർ സ്കോർ ചെയ്തു. ഇതൊക്കെ നമ്മൾ ചുമ്മാ ഒരു ഫണ്ണായിട്ടൊക്കെ എടുക്കും. ഇപ്പം ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ സേഫ്റ്റി എന്നുള്ളത് വളരെ ഒരു ഫണ്ണി ടോക്കിലേക്ക് നമ്മൾ എത്താറാണ് പതിവ്. പക്ഷേ അന്ന് രാത്രി എനിക്ക് റിസീവ് ചെയ്ത കോൾ, അന്ന് വൈകിട്ട് റിസീവ് ചെയ്ത കോൾ ആക്ച്വലി നാട്ടുകാരെന്നെ വിളിച്ചേ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലുണ്ട്, എന്നിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യുക, എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഈവൻ ഇപ്പോൾ ആക്സിഡൻറ്റ്സ് ഞാൻ ധാരാളം കാണലുണ്ട്. ആസ് എ കോമൺ മാൻ നമ്മൾ റോഡിലൂടെ പോകുമ്പം ആക്സിഡൻറ്റ്സ് വരുമ്പോൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് സ്റ്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ അതുമായിട്ട് നമുക്ക് ഓക്കെ ആയി. പക്ഷെ നമ്മുടെ സ്വന്തം അമ്മയച്ഛനും അതും അമ്മയും അച്ഛനല്ല വിളിക്കുന്നത്, നാട്ടുകാർ വിളിച്ച് പറയണം ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് റിയലി ഷോക്ക്. പക്ഷെ അപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അവർ ഓക്കെ ആണ്, ഫൈനാണ്, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വണ്ടി എൻ്റെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിലായിരുന്നു. ആൻഡ് ആഫ്റ്റർ റീച്ചിങ് ദ ഹോസ്പിറ്റൽ ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് ട്രൂ. കാരണം ഒരു പോറൽ പോലും പറ്റാതെ രണ്ടുപേരും രക്ഷപ്പെട്ടു. ആൻഡ് സ്പീഡ് വാസ് അബൌട്ട് 40 to 50 km/h, മേ ബി അതുകൊണ്ടായിരിക്കണം രണ്ടുപേരും രക്ഷപ്പെട്ടു. ഒരു സിംഗിൾ പോറൽ പോലും ഇല്ലാതെ. ഈവൻ ആക്ച്വലി നിങ്ങൾക്ക് നേരത്തെ കണ്ട വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വണ്ടി ഇടിച്ച് മറിഞ്ഞു ആക്ച്വലി. പക്ഷേ ഭാഗ്യവശാൽ ഇവർക്ക് ഒന്നും സംഭവിച്ചില്ല. പിന്നെ വണ്ടിക്ക് ഏകദേശം അടപടൽ നല്ല പണി വന്നു. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറക്കിയപ്പോൾ 1.5 ലക്ഷത്തോളം ആയി. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റിൽ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ബേസിക്കലി ഞാൻ ഒന്ന് ഓക്കെ ആയതെന്ന് പറയാം. പക്ഷേ അതിനുശേഷം എനിക്ക് ഭയങ്കര, അതായത് ഏകദേശം 1.5 മാസം എടുത്തു നമ്മുടെ വണ്ടി പണി കഴിഞ്ഞ് ഇറങ്ങാൻ. അപ്പോൾ എൻ്റെ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു. എക്സാമിന് എനിക്ക് പ്രത്യേകിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടി ഇറങ്ങുന്നത് വരെ ഐ വാസ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. ആ സമയത്താണ് നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ട വ്ളോഗ്, നമ്മൾ ബീച്ചിലും ആക്ച്വലി വ്ളോഗ് ചെയ്യാനും പോയത്, പിന്നെ ബസ് യാത്രയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയത്. അങ്ങനെ ലാസ്റ്റ് വണ്ടി വന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു ഫ്രഷ് വണ്ടി, അതായത് ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം ധാരാളം റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ തോ നമുക്ക് മേജറായിട്ടൊരു ആക്സിഡൻറ്റ് നടന്നിട്ട് പോലും ഷെല്ലിലേക്കോ ഏപ്രിലിലേക്കോ ഒന്നും ഇടി വന്നില്ല. ആൻഡ് മെയിൻലി വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അതൊരു വലിയൊരു, അതായത് എക്കണോമിക്കൽ സൈഡ് അത് എന്നെ ഗുണം ചെയ്തു. എൻ്റെ ഓണറിന്, RC ഓണറിന്, അതായത് എൻ്റെ വീട്ടുകാരെ ഗുണം ചെയ്തിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഒരിക്കലും രണ്ടാമത് കിട്ടിയില്ല എന്നുള്ള പറയാം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വി ഡിസൈഡഡ് ടു മൂവ് ഓൺ ടു ന്യൂ വെഹിക്കിൾ. അങ്ങനെ നമ്മൾ ഒരു വെറൈറ്റി ചുവടുവെപ്പിലാണ്. ഒരു EVയിലേക്ക് നമ്മളൊരു ഷിഫ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്കറിയാം മാർക്കറ്റിൽ ഇപ്പോൾ ധാരാളം ഹൈബ്രിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വാല്യുബിൾ ആയിട്ട് തോന്നിയത്, അതായത് ഇപ്പം നമ്മുടെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുന്ന പോലെ ഇപ്പോൾ ഹുണ്ടായി ഒരു ഗിയർ ബോക്സ് ഇറക്കി, ദാറ്റ് ഈസ് IMT. ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഇറ്റ് ഫീൽസ് നൈസ്, എല്ലാവരും ചൂടപ്പം പോലെ വിറ്റ് പോകും ഈ ഒരു സർട്ടൻ ഗിയർ ബോക്സുള്ള വണ്ടികൾ. പക്ഷേ ഇറ്റ് നെവർ ഹാപ്പൻ. കാരണം പീപ്പിൾ ചൂസ് എയ്തർ ദേ ചൂസ് ഓട്ടോമാറ്റിക് ഓർ മാനുവൽ. ബട്ട് ഇത് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സാധനം, വൈ ഷുഡ് ദേ പേ ആൻഡ് ചൂസ് ദാറ്റ്? അതായത് നിങ്ങൾ ഗിയർ മാറ്റുകയും വേണം, പിന്നെ ക്ലച്ചില്ല, പിന്നെ ഗിയർ മാറ്റുന്ന ആവശ്യമില്ല. യു ക്യാൻ ടേക്ക് എൻ ഓട്ടോമാറ്റിക് ജസ്റ്റ് ഫോർ കുറച്ചും കൂടെ കാശ് മുടക്കിയ ഒരു ഓട്ടോമാറ്റിക് കിട്ടും. ആൻഡ് സെയിം സംഭവം ആയിരിക്കണം ഈ ഒരു സംഭവത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം നിങ്ങളൊരു ഹൈബ്രിഡ് വാങ്ങുമ്പം നിങ്ങൾ ആ സെല്ല് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ആ സെല്ല് മാറേണ്ടി വരും. സെൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് നിങ്ങൾ മാറേണ്ടി വരും. അതുപോരാതെ ഇത്ര കിലോമീറ്റർ മുമ്പ് അതിന് എന്തായാലും സർവീസ് ചെയ്യേണ്ടി വരും, ആ ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേ മോർ എഫിഷ്യൻസി ആയിരിക്കാം. പക്ഷേ ഈ എഫിഷ്യൻസി വരുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് പവർ, അതായത് 3 സിലിണ്ടറിലേക്ക് മാറുമ്പം പവർ ലോസ് ഉണ്ടാവും. ഈവൻ തോ ടർബോ ഉള്ള വേരിയൻസ് ഉണ്ടായിരിക്കാം, എനിക്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഗ്രാൻഡ് വിറ്റാർ ഓർ സംതിങ്. ബട്ട് അപ്പോഴും വളരെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. മാരുതിയിലുള്ള ചില വണ്ടികൾ വെച്ചാൽ ആകെ 2 വണ്ടിക്ക് ഹൈബ്രിഡ് വരുന്നുള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു 1.2 4 സിലിണ്ടറിൽ നിന്ന് ഇതിലേക്ക് ഒരു ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ, എസ്പെഷ്യലി യു ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി ദെയർ ആൻഡ് സ്റ്റിൽ യു ആർ നോട്ട് ഏബിൾ ടു ഓവർടേക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുമ്പം ഐ റിയലി ഫെൽറ്റ് ബാഡ് ഫോർ ദാറ്റ്. സോ ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മുടെ ഇലക്ട്രിക്കിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഇപ്പോൾ ആക്ച്വലി റിവീൽ ചെയ്യുന്നില്ല ഏത് വണ്ടിയാണ് കാര്യങ്ങളെന്ന്. പക്ഷേ ഇലക്ട്രിക്കിലേക്ക് മാറുമ്പം ഏറ്റവും വലിയ ബെനിഫിറ്റ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത്, ഫസ്റ്റ് തിങ് ഇസ് സേവിങ്സ്. അതായത് നിങ്ങളിപ്പം അത്യാവശ്യം ലോങ് പോകുന്ന ആളാണെങ്കിൽ യു ക്യാൻ കട്ട് കോസ്റ്റ്. പക്ഷേ ഈ ഒരു ഇനീഷ്യൽ ഇതിനകത്ത് നിങ്ങൾ ആക്ച്വലി നല്ലോണം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സോളാറോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻ ബി ഗുഡ്. നമുക്ക് ഫ്യൂച്ചറിൽ ആക്ച്വലി നോക്കാവുന്ന സംഭവങ്ങളാണ്. അങ്ങനെ നമ്മുടെ EVയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇത്രയും കാലം നമ്മുടെ 1.2 എല്ലാവർക്കും പരിചിതമായ K സീരീസ് എഞ്ചിനിലായിരുന്നു. നമ്മളിനി എൻജിൻ വിട്ടിട്ട് മോട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. കാറിൻ്റെ ഡീൽസ് ഒന്നും പറയില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അവർക്ക് സ്വന്തമായിട്ട് പ്ലാന്റ് ഉണ്ട് ഇറക്കുന്ന ഏത് കമ്പനിയാണ്. ഈവൻ അവർ തന്നെയാണ് ബാക്കിയുള്ള പല കമ്പനിയിലേക്കും ഈ ബാറ്ററി ഇറക്കുമതി ചെയ്യുന്നതും. സോ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ഫോർ ബൈങ് ഇനി അതർ മാനുഫാക്ചറേഴ്സ് കാർ. കാരണം ഇതേ ആക്ച്വലി ഞാൻ എടുക്കാൻ പോകുന്ന ആക്ച്വലി അത്യാവശ്യം നല്ല റേഞ്ചുള്ള വണ്ടിയാണ്. ഇതേ റേഞ്ചുള്ള വേറൊരു വണ്ടി,
വിച്ച് ഈസ് നോട്ട് ബിൽറ്റ് ഗുഡ്. ഐ ഫെൽറ്റ് ദാറ്റ് അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവർ പറഞ്ഞ പോലത്തെ റേഞ്ച് കിട്ടുമെന്ന്. ഈവൺ തോ യു ആർ പേയിങ് ദ സെയിം, അതായത് ഈ ബാറ്ററീൻ്റെ സെയിം എമൗണ്ട് നിങ്ങൾ വേറെ കമ്പനിക്ക് അടയ്ക്കുന്നു, പക്ഷേ ആ കമ്പനി എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയിൽ നിന്ന് ബാറ്ററി എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്കതൊരു ഫെയർ ഡീലായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അത്യാവശ്യം നല്ല റേഞ്ചുള്ള വണ്ടിയാണ് ആക്ച്വലി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇഗ്നിസ് അങ്ങനെ പോയി. ആ ഒരു വളരെ വളരെ സങ്കടമായ സിറ്റുവേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ് വാസ് ഇറ്റ്. മെയിനായിട്ട് എനിക്ക് ഇത്ര പറയാനുള്ളൂ. നിങ്ങൾ അടുത്ത പ്രാവശ്യം വണ്ടി ചൂസ് ചെയ്യുമ്പം എസ്പെഷ്യലി ലുക്ക് ഓൺ സേഫ്റ്റി. കാരണം ദർ വിൽ ബി മെനി ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഓഫ് എനി വൺ ഹൂസ് ഇസ് ദാറ്റ് മൈലേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്, മാങ്ങ തേങ്ങ യൂസ് ടു ബി. ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കാണുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ വണ്ടി യൂസ് ചെയ്യുന്ന ആളെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഡെയിലി ഓട്ടമുള്ള ആളായിരിക്കും. അപ്പം നമുക്ക് ഡെയിലി റേഞ്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. മോർ ദാൻ റേഞ്ച്, മൈലേജ് വലിയൊരു ഫാക്ടറാണ് യൂസിങ് ഐസ് കാർസ്. തീർച്ചയായിട്ടും മൈലേജ് ഇസ് എ ബിഗ് തിങ്. ബിക്കോസ് നമ്മളൊരു ഡെയിലി ഡ്രൈവിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കീസ് കീറുന്ന വഴി നമ്മളറിയില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ മാരുതിയിലേക്ക് പോയത്. പിന്നെ അതിന് ശേഷം കുറേ പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ നോട്ട് ഈവൺ റിലേറ്റഡ് ടു ദി ആക്സിഡൻറ്റ്. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഏകദേശം 1000-1500 കിലോമീറ്ററോളം നമ്മളെ വണ്ടി ഓടിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു റാറ്റ് ബൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടി വണ്ടിയിൽ. അത് റാറ്റ് ബൈറ്റ് തന്നെയാണോ ഐ ആം നോട്ട് യെറ്റ് ഷുവർ, ബിക്കോസ് കമ്പനിക്കാർ മാത്രം പറയുന്നതാണ്. ആൻഡ് നമ്മുടെ മഞ്ചേരി പോപ്പുലർ മോട്ടോഴ്സിലായിരുന്നു നമ്മുടെ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അവിടെ ആയിരുന്നു ഒരു മിക്സ് ഓഫ് തോട്ട്സ് വന്നത്. കാരണം ഏകദേശം 1.5 മാസം നമ്മളെ വണ്ടി ഈ ഒരു ഡെൻറ്റിങ് വർക്ക് ആൻഡ് ആക്സിഡൻറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിക്കവർ ചെയ്യാൻ കൊടുത്തിട്ട് നമ്മളെ 2 ആഴ്ച കഴിയുകയും ചെയ്തു. അപ്പോൾ തന്നെ അടുത്ത പണി നമുക്ക് വരികയാണ്, ഒരു റാറ്റ് ബൈറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ അതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതായത് നമ്മൾ പലതരം അവരായിട്ട് വിളിക്കുന്നു, സ്റ്റിൽ വി ഡോണ്ട് ഗെറ്റ് എനി കോൺടാക്ട്. ഒരു 1 to 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആക്ച്വലി ഈ റാറ്റ് ബൈറ്റ്സിന് ഇൻഷുറൻസ് കവേർഡ് ആണെന്ന് നമ്മൾ അറിയുന്നത്. അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് കവറേജിന് കൊടുക്കുന്നു. ഇവൻ ദാറ്റ് 2 to 3 days എടുത്തു സർവേയർ വരാൻ. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റാറ്റ് ബൈറ്റ്സും കാര്യങ്ങളും വരികയാണെങ്കിൽ സർവേയറിന് മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ, വി വെൻ ഓക്കെ ഫോർ ദാറ്റ്. ബട്ട് 1 to 2 വീക്സ് ഇതുവരെയായിട്ട് അവരുടെ സ്റ്റോക്ക് ഇതുവരെയായിട്ട് എത്തിയില്ല എന്ന് പറയുന്നു. അത് ആക്ച്വലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് വളരെ കുറവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ ആ സമയത്ത് തന്നെ നമ്മുടെ മാരുതിക്ക് മെയിൽ അയച്ചു. ഞാൻ പേഴ്സണലി ആരെ ഹേർട്ട് ചെയ്യാനോ ആരുടെ ജോബ് കളയാനോ ഒന്നുമല്ല, ജോബ് ഇൻസെൻറ്റീവ്സ് കളയാനോ ഒന്നുമല്ല ഞാൻ ഈ പരിപാടി ചെയ്തത്. എൻ്റെ സ്റ്റോക്ക് എത്തി, എനിക്ക് വണ്ടി ആവശ്യം ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ നമുക്ക് വണ്ടി ആവശ്യം ഉണ്ടായതുകൊണ്ട്, നമ്മുടെ ഒരു അസറ്റാണ് വണ്ടി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് മാരുതിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. വിത്തിൻ അവേഴ്സ്, അതൊരു 1/2 മണിക്കൂറിനുള്ളിൽ ഇവരുടെ ടീം എനിക്ക് തോന്നുന്ന ഈ പോപ്പുലർ മോട്ടോഴ്സിനെ ബന്ധപ്പെട്ടു. അവിടെ ഭയങ്കര റഷും കാര്യങ്ങളും ഉണ്ടായി. അങ്ങനെ ഏകദേശം 4-5 ദിവസം ഓൾറെഡി 1 മാസത്തോളം അടുത്ത് കഴിഞ്ഞു. വീണ്ടും 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞു. അവർ നമുക്ക് ആക്ച്വലി 2 ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് ഇറക്കി വണ്ടി ഫിറ്റ് ചെയ്തു. നമുക്ക് ആക്ച്വലി ക്ലച്ചിൻ്റെ വർക്കും കൂടെ അഡീഷണൽ നമ്മൾ പറഞ്ഞ് ജയിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടി എന്നുള്ളതാണ് സംഭവം. അപ്പം ചില കാര്യങ്ങളിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തീർച്ചയായിട്ടും അപ്പോൾ തന്നെ റെസ്പോൺസ് ഉണ്ടാവും. അത് നിങ്ങൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, അപ്പോൾ 1 മാസം അല്ലെങ്കിൽ മാക്സിമം 1 മാസം 10 ദിവസം എന്തോ എടുത്തുള്ളൂ നമ്മുടെ ഈ ഫുൾ ബോഡി വർക്ക് ചെയ്യാൻ. എന്നാൽ ഈ ഒരു റാറ്റ് ബൈറ്റിൻ്റെ ഒരു വയറിങ് ഹാർനസ് ആയിരുന്നു ആക്ച്വലി. ആ ഒരു വയറിങ് ഹാർനസ് മാറാൻ ഇവർക്ക് ആക്ച്വലി അതിനൊരു മാസം എടുത്തു പറയുമ്പോൾ ഐ കുഡന്റ് റിലേറ്റ്. ബിക്കോസ് ഈ ഒരു സാധനം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം എനിക്കറിയില്ല. ഈവൻ ഇമ്പോർട്ടഡ് ആണെങ്കിൽ പോലും 1 മാസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഫ്രീക്കിംഗ് ലോങ് ടൈം. ആ ഒരു സമയം എനിക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം നമുക്കിവിടെ സെക്കൻഡറി കാറോ അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്കൊരു വണ്ടിയൊന്നും. അപ്പോൾ ഉള്ള കാർ തന്നെ അവരിങ്ങനെ ലാഗ് അടിച്ചപ്പോൾ ഐ ഹാഡ് ടു ടേക്ക് അപ്പ് ടു ദിസ് ടു അനദർ ലെവൽ. അങ്ങനെ അവർ നമ്മുടെ ധാരാളം പ്രാവശ്യം വിളിച്ചു, നമ്മളോട് പറഞ്ഞു. പിന്നെ അവരെ കസ്റ്റമർ കെയർ ഇന്ന് ധാരാളം പ്രാവശ്യം നമ്മളെ വിളിച്ചു. പക്ഷെ നമ്മൾ വി വർ ഓൺ അവർ സ്റ്റാൻഡ്. നമ്മൾ ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ വണ്ടി നമുക്ക് കിട്ടി. അതൊക്കെ കഴിഞ്ഞ് സോർട്ടഡ് ഔട്ടായി. പക്ഷേ ഈ 1 മാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി മാരുതിക്ക് ഒരു നഷ്ടം എന്ന് പറയാം. കാരണം ഈ വണ്ടി ഇനി ഞാൻ 1 വർഷത്തോളം ഉപയോഗിക്കാം എന്ന് കരുതിയ ഞാൻ ആ 1 മാസത്തിനുള്ളിൽ എൻ്റെ മനസ്സിൽ വേറൊരു പ്ലാൻ വരികയാണ്. അതായത് വാട്ട് അബൌട്ട് ഗെറ്റിംഗ് എ ന്യൂ കാർ. കാരണം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിനോട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് പേഴ്സണലി. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ള പല ആൾക്കാരും അതെ.
പല ആൾക്കാരും ഓൾമോസ്റ്റ് എല്ലാവരും അത്. പക്ഷേ ഇതിനകത്ത് മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇമോഷൻസിന് മാത്രമല്ല ഞാൻ വാല്യൂ കൊടുക്കുന്നത്, അത് നമ്മുടെ മെമ്മറീസിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈ ഒരു കാറിലുണ്ടായിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് എൻ്റെ മെമ്മറീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ വാട്ട് മാറ്റേഴ്സ്. ഇപ്പം ഞാനിതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഫിയറ്റ് പാലിയോ ആയിരുന്നു. ഇപ്പം ഞാൻ ജനിച്ച് വന്ന മുതൽക്ക് ഉള്ള വണ്ടി ആയിരുന്നു ഫിയറ്റ് പാലിയോ. അതുകൊണ്ട് തന്നെ എൻ്റെ മെമ്മറീസ് അതുമായിട്ട് അസോസിയേറ്റഡ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. മോർ ദാൻ ദാറ്റ് ഞാൻ എൻ്റെ മെമ്മറീസാണ് അതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആദ്യത്തെ 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, എനിക്കറിയാം. ജസ്റ്റ് വണ്ടി വിറ്റിട്ടേ ഉള്ളൂ, ഇന്ന് വൈകിട്ട് വണ്ടി പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഐ ആം സ്റ്റിൽ ഓൺ ദ മൂവ്. കാരണം നമ്മുടെ പുതിയ വണ്ടിക്കുള്ളൊരു വരവാണ്. മെയിൻ തിങ് എനിക്ക് ആക്ച്വലി ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടി, അതായത് നിങ്ങളിപ്പോൾ ഒരു മാരുതി വണ്ടി ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആഫ്റ്റർ ഓൾ യു വിൽ ഗെറ്റ് എ ഗുഡ് ഡീൽ. നിങ്ങൾ ഈവൻ ആക്സിഡൻസോ കാര്യങ്ങളോ ഹിസ്റ്ററിയോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം ജെന്യൂൻ ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഡീൽ തന്നെ വന്നു ചേരും. കാരണം എനിക്ക് പേഴ്സണലി പറയാം, ഒരിക്കലും ഒരു മോശം ഡീലായിരുന്നില്ല ഞാൻ ഈ വണ്ടി കൊടുക്കേണ്ട അവസ്ഥ വന്നത്. ഈവൻ തോ ഇത്രയും ഡിപ്രിസിയേഷൻ എമൗണ്ടും കാര്യങ്ങളും വന്നിട്ട് പോലും. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വണ്ടീനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ സർവീസ് മെയിൻ്റനൻസ് എല്ലാം പക്കയായിരുന്നു. ഈവൻ അതിലുള്ള ടയറിൽ ചെയ്തിരുന്ന അലൈൻമെൻറ്റ് പോലും പക്ക കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ നത്തിങ് ഇൻ ഫോൾട്ട്, ഒക്കെ കറക്റ്റ് കണ്ടീഷനിലായിരുന്നു. കറക്റ്റ് അല്ല, എക്സലൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് കണ്ടീഷനിലായിരുന്നു. അതുകൊണ്ട് ആയിരിക്കാം ഐ ഗോട്ട് എ നൈസ് ഡീൽ ഫോർ ദാറ്റ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വണ്ടി വിൽക്കുക എടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു നഷ്ടത്തിൻ്റെ ഒരു കണക്കല്ല നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിൽ പോകുന്നില്ല. ഏതായാലും വി ആർ വെയിറ്റിംഗ് ഫോർ ആർ ന്യൂ കാർ. അതിനെക്കുറിച്ചുള്ള എന്തായാലും തീർച്ചയായിട്ടും പറയും. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വണ്ടി എടുക്കുമ്പം സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ഇല്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യാൻ ആൾ പോലും ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ ഏതായാലും സേഫ് ഡ്രൈവ്, ടേക്ക് കെയർ. അടുത്ത കാറുമായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.